ഞാൻ എൻ്റെ ലൈഫിൽ തോറ്റുപോയി. എൻ്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല പൊസിഷനിലാണ്. എൻ്റെ കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ല, ലൈഫിൽ എവിടെയും എത്തിപ്പെടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ട്രൂ. ബിക്കോസ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്ന മെയിൻ റീസൺ ഉണ്ടെന്നറിയോ, ഈ ഇൻസ്റ്റഗ്രാം തന്നെയാണ്. നമ്മൾ ഈ തുറക്കുമ്പോൾ തന്നെ കാണാം നമ്മളെയും കാട്ടിയും പ്രായം കുറഞ്ഞ ആൾക്കാർ കാർ വാങ്ങുന്നതും ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതും പാരന്റ്സിന് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവർക്ക് ഈ പ്രായത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയി, നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സാധനം. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം അല്ലല്ലോ ജീവിക്കുന്നത്. അവർ വന്ന സിറ്റുവേഷൻ, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ ഈ കാണിക്കുന്നതൊക്കെ എത്രത്തോളം റിയൽ ആണ് എന്നൊന്നും നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഒന്നും അറിയാത്ത ഏതോ ഒരാളെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതുവരെ നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയ കാര്യങ്ങളും ഇമ്പാക്ട് ഒക്കെ നമ്മൾ മറന്നുപോയിട്ട് ഞാൻ സക്സസ് ആയില്ല എന്ന് മാത്രം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോ അതിലൊരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ലൈഫിൽ ഏതൊരു പൊസിഷനിലാണെങ്കിലും, 20s-ലാണെങ്കിലും 40s-ലാണെങ്കിലും 50s-ലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, എല്ലാത്തിനുള്ള സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. റിഗ്രറ്റ് അടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റക്കല്ല. ആ സ്റ്റക്കിനെ നിങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ എല്ലാം സ്മൂത്ത് ആയിരിക്കും. പ്ലീസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്.